ജനനായകൻ ഇ.കെ. നായനാർ ചരിത്രത്തിലേക്ക് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 2 പതിറ്റാണ്ട്. 3 തവണ മുഖ്യമന്ത്രിയായും 2 തവണ പാർട്ടി സെക്രട്ടറിയായി നിറഞ്ഞിരുന്ന നായനാർ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ജനകീയ മുഖമാണ്. കാലം എത്ര കഴിഞ്ഞാലും ജനമനസ്സുകളിൽ നിന്നും മായാത്ത കണ്ണലോർമ്മയാണ് ഇ.കെ. നായനാർ. എല്ലാ നിലയിലും കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസമായിരുന്നു ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്ന ഇ.കെ. നായനാർ. കേരളം ഹൃദയത്തോട് ചേർത്ത് വച്ച ജനനായകൻ. കുറിക്കുകൊള്ളുന്ന വിമർശനവും നർമ്മത്തിൽ ചാലിച്ച സംഭാഷണവും അസാമാന്യ പ്രസംഗ വൈഭവവും കൊണ്ട് മലയാളികളുടെ മനസ്സു കീഴടക്കിയ ജനനേതാവ്. 1919 ഡിസംബർ 9 കണ്ണൂർ കല്യാശ്ശേരിയിൽ മൊറാഴയിൽ ഗോവിന്ദൻ നമ്പ്യാരുടെയും ഏറമ്പാല നാരായണി അമ്മയുടെയും 3 മക്കളിൽ രണ്ടാമനായാണ് നായനാരുടെ ജനനം. സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ ഉരുകിത്തെളിഞ്ഞ ഇ.കെ. നായനാർ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവും കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയുമായി. മൊറാഴയിലും കയ്യൂർ സമരത്തിലും മുന്നണി പോരാളിയായി. രാഷ്ട്രീയ എതിരാളികൾ പോലും നായനാർ എന്ന ജനനേതാവിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു. പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം പുതുക്കി പണിയുന്നതിനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നായനാരുടെ ശ്രദ്ധ. 2004 മെയ് 19 നായനാരുടെ വിയോഗം അറിഞ്ഞതു മുതൽ മെയ് 21 പയ്യാമ്പലത്തെ ചിത എരിഞ്ഞടങ്ങും വരെ കേരളം ഒന്നടങ്കം കണ്ണീർ വാർത്തു. കേരളം ഇ.കെ. നായനാരെ എത്രയധികം സ്നേഹിച്ചിരുന്നു എന്നതിന് തെളിവായിരുന്നു വികാരനിർഭരമായ ആ യാത്രയയപ്പ്. 20ാം ചരമവാർഷിക ദിനത്തിലും ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് സഖാവ് ഇ.കെ. നായനാർ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.